ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ആരാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് സഹോദരൻ ബെൻ തോമസ് ജോൺ മീനട. പ്രാർത്ഥനയോടെ ശ്രവിച്ചാൽ. ദൈവത്തിൻ്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ മനുഷ്യനായി പാടുപെട്ടു കുരിശിന്മേൽ മരിച്ചു. മനുഷ്യനായി പാടുപെട്ടു കുരിശിന്മേൽ മരിച്ചു. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം യേരിവാൻ മനുഷ്യരിൽ എന്തു നന്മ കണ്ടു രക്ഷകനാ. മനുഷ്യരിൽ എന്തു നന്മ കണ്ടു രക്ഷകനാ. മോർണിംഗ് വോയ്സിൻ്റെ എല്ലാ കേൾവിക്കാർക്കും സ്നേഹവന്ദനങ്ങൾ. പുതിയൊരാഴ്ചയുടെ ആദ്യ ദിവസം കാണുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. വിശ്വാസ ജീവിതത്തിൽ നാം എന്നും എല്ലായ്പ്പോഴും ദൈവത്തെ ആരാധിക്കുന്നവരാണ്. എങ്കിലും ഈ കർത്തൃ ദിവസത്തിൽ പ്രത്യേകമായി സ്ഥലം സഭയായി ഒരുമിച്ച് കൂടി അപ്പം നുറുക്കി ദൈവത്തെ ആരാധിക്കുവാനും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെ ഓർക്കുവാനും നാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ നാം കൂടി വരുമ്പോൾ പലപ്പോഴും ഓർക്കാറുള്ള വസ്തുതയാണ്, ഇങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും ദൈവത്തെ ആരാധിക്കുവാനും എന്ത് യോഗ്യതയാണ് നമ്മിൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഉള്ളത്. ബൈബിളിൽ പഴയ നിയമത്തിൽ ദാവീദ് എന്ന ചരിത്ര പുരുഷനെ നമുക്കെല്ലാവർക്കും അറിയാം. ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാണ്. എന്താണ് അതിനെ തന്നെ യോഗ്യനാക്കിയത് എന്നുള്ള സത്യം 5-ാം സങ്കീർത്തനത്തിൽ ദാവീദ് എഴുതുന്നുണ്ട്. എന്നാൽ അതിനു മുമ്പായി ആ സങ്കീർത്തനത്തിൽ തന്നെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ചില ആളുകളെക്കുറിച്ച് ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്. 5-ാം സങ്കീർത്തനം 4-ാം വാക്യം മുതൽ, നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കുകയില്ല, അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കുകയില്ല, നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും നീ പകയ്ക്കുന്നു, ഭോഷ്ക് പറയുന്നവരെ നീ നശിപ്പിക്കും, രക്തപാതകവും ചതിവുമുള്ളവൻ യഹോവയ്ക്ക് അറപ്പാകുന്നു. ഇങ്ങനെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന, ദൈവത്തിന് വെറുപ്പുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെക്കുറിച്ച് ദാവീദ് പറയുകയാണ്. എന്നിട്ട് 7-ാം വാക്യത്തിൽ തന്നെക്കുറിച്ച് ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിന്നിലുള്ള ഭക്തിയോടെ ആരാധിക്കും. എന്താണ് ദാവീദ് ഈ സങ്കീർത്തനത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്? ആദ്യം താൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ചില ആളുകളെക്കുറിച്ച് പറയുകയാണ്. അങ്ങനെ പറയുവാൻ കാരണം, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ പലതും പല സന്ദർഭങ്ങളിൽ ദാവീദിൻ്റെ ജീവിതത്തിലും വന്നിട്ടുണ്ട്. 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് തൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ തൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാതെ വന്നുപോയ പല കാര്യങ്ങളും ദാവീദ് എടുത്തു പറയുകയാണ്. 51-ാം സങ്കീർത്തനം, ദൈവമേ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ, എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു, സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് തുടങ്ങി ദാവീദ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാതെ ചെയ്ത കാര്യങ്ങൾ ഓർത്തെടുത്ത് അനുദപിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്.
അപ്പോൾ ദാവീദിന്റെ ജീവിതത്തിലും പല കുറവുകൾ വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 5-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെക്കുറിച്ച് എഴുതുമ്പോൾ ഒരുപക്ഷെ തന്നെയും കൂടെ ചിന്തിച്ചുകൊണ്ട് പറയുകയാണ്, അയ്യോ, ഇങ്ങനെ തെറ്റുകൾ ചെയ്യുന്ന, ഇങ്ങനെ പാപങ്ങൾ ചെയ്യുന്ന, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന എനിക്കെങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാനായിട്ട് കഴിയും? എന്നാൽ അതിനുശേഷം വളരെ സന്തോഷകരമായ, പ്രത്യാശാനിർഭരമായ, ആനന്ദകരമായ ഒരു വാചകം ദാവീദ് പറയുകയാണ്, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിന്നിലുള്ള ഭക്തിയോടെ ആരാധിക്കും. അവിടെ ദാവീദിന് തൻ്റെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായിട്ടും വീണ്ടും ദൈവത്തിൻ്റെ അരികിലേക്ക് കടന്നു വരുവാൻ അവസരം ഒരുങ്ങിയത്, യോഗ്യത ലഭിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയുടെ ബഹുത്വപ്രകാരമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കും ഇത് തന്നെയാണ് ഓർക്കാനുള്ളത്. ഒരിക്കലും പരിശുദ്ധനായ ദൈവത്തിൻ്റെ അരികിലേക്ക് കടന്നു വരുവാൻ നമുക്ക് യാതൊരു യോഗ്യതയും ഉണ്ടായിരുന്നില്ല. കാരണം നാം പാപികളായിട്ടാണ് ഈ ലോകത്തിലേക്ക് ജനിച്ചത്. റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. ആ എല്ലാവരും എന്നുള്ളതിനകത്ത് ഞാനും നിങ്ങളും ഉൾപ്പെടും. അങ്ങനെ പാപിയായി ജനിച്ച്, പാപിയായി ജീവിച്ച്, പാപിയായി മരിച്ചിരുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരുന്നത് ഒരു വലിയ ശിക്ഷയാണ്. റോമാലേഖനം തന്നെ 6-ാം അധ്യായം 23-ാം വാക്യം, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. അവിടെ മരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് എന്നേക്കുമുള്ള വേർപാട്. അങ്ങനെയുള്ള നമുക്കൊരിക്കലും ദൈവത്തിൻ്റെ അരികിലേക്ക് ഈ ഭൂമിയിൽ വെച്ച് ഈ ജീവിതത്തിലും കടന്നു ചെല്ലാൻ സാധിക്കുകയില്ല. അങ്ങനെ പാപിയായി മരിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും പിന്നെ ദൈവത്തിലേക്ക് വരാൻ സാധിക്കാത്ത നിലയിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയേനെ. ദൈവമില്ലാത്ത സ്ഥലമായ നരകത്തിൽ നിത്യകഥ മുഴുവൻ ചെലവഴിക്കേണ്ടി വന്നേനെ. എന്നാൽ നാം ഇന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണല്ലോ, ദൈവസന്നിധിയിലാണല്ലോ നാം ആയിരിക്കുന്നത്. എന്താ അതിൻ്റെ കാരണം? നമുക്കും ഒരേ സ്വരത്തിൽ പറയാൻ കഴിയുന്നത് ഇത് മാത്രമാണ്, എന്നോടുള്ള, നമ്മോടുള്ള ദൈവത്തിൻ്റെ കൃപയുടെ ബഹുത്വപ്രകാരം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ് നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ കഴിയുന്നത്. പാപിയായ നമുക്ക് രക്ഷ ലഭിച്ചത്, ദൈവമക്കളായി തീരുവാൻ കഴിഞ്ഞത് ദൈവത്തിൻ്റെ കൃപയാലാണ്. അതാണല്ലോ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല. നമ്മുടെ പ്രവൃത്തികളെല്ലാം പാപം നിറഞ്ഞതായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ കഴിയുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. നാം രക്ഷിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ കൃപയാലാണ്. എന്നാൽ നമുക്കറിയാം, രക്ഷിക്കപ്പെട്ടതിന് ശേഷവും നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വരാറുണ്ട്. വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്കാണ് ഹൃദയംഗമായി ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുക. എന്നാൽ അങ്ങനെ വിശുദ്ധിയോടെ നമ്മെ ജീവിക്കാൻ സഹായിക്കുന്നതും ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെടുമ്പോഴാണ് നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ കഴിയുക. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. എന്നിട്ട് താഴേക്ക് വായിക്കുമ്പോൾ വിശുദ്ധ ജീവിതത്തിന് ആ കൃപ എത്രമാത്രം ആവശ്യമാണെന്ന് പൗലോസ് പറയുകയാണ്. 12-ാം വാക്യം മുതൽ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഏത്? നമുക്ക് ഉദിച്ച രക്ഷാകരമായ ദൈവകൃപ. അപ്പോൾ പാപികളായിരുന്ന, നിത്യനരകത്തിന് വിധിക്കപ്പെട്ടിരുന്ന, ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ യാതൊരു അർഹതയുമില്ലാതിരുന്ന നമുക്ക് ഇന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഉള്ള വാതിൽ തുറന്നത്, രക്ഷ നമുക്ക് ലഭിച്ചത്, ദൈവമക്കളായി തീരുവാൻ നമുക്ക് കഴിഞ്ഞത് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ്. അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ വിശുദ്ധിയോടെ ജീവിക്കുമ്പോഴാണല്ലോ ഹൃദയംഗമായി ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നത്. ആ വിശുദ്ധിയോടെ ജീവിക്കാൻ നമ്മെ സഹായിക്കുന്നതും ആ രക്ഷാകരമായ ദൈവകൃപയാണ്. ആ കൃപയെ ഓർത്ത് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും. ഇന്ന് പ്രഭാതത്തിൽ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ
നമുക്കിങ്ങനെ ചിന്തിക്കാം, ദൈവമേ, എനിക്ക് യാതൊരു യോഗ്യതയും ഉണ്ടായിരുന്നില്ല അവിടുത്തെ അരികിലേക്ക് വരുവാൻ, അങ്ങയെ ആരാധിക്കുവാൻ. എന്നാൽ അങ്ങയുടെ കൃപയുടെ ബഹുത്വപ്രകാരം ഇന്ന് അങ്ങയെ ആരാധിക്കുവാൻ എന്നെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങനെ ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞ വലിയ കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ആ കൃപ നമ്മിൽ വ്യാപരിക്കുവാൻ ദൈവം ചെയ്ത വലിയ പ്രവൃത്തി നമുക്കറിയാമല്ലോ. തൻ്റെ ഏകജാതനായ പുത്രനെ യേശു ക്രിസ്തുവിനെ നമുക്കായി ഈ ഭൂമിയിലേക്ക് അയച്ചു. 2000 വർഷങ്ങൾക്ക് മുൻപ് സമ്പൂർണ്ണ ദൈവമനുഷ്യനായി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചു. 33.5 വയസ്സായ സമയത്ത് നമ്മുടെ എല്ലാം പാപം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരമായി യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. അത് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വേദനാജനകമായ മരണമായിരുന്നു. തലയിൽ മുൾക്കിരീടം വെച്ച് ആഞ്ഞടിക്കപ്പെട്ടു, കൈകളും കാലുകളും ഇരുമ്പാണിയാൽ തുളയ്ക്കപ്പെട്ടു, പുറം ഉഴവചാളികൾ പോലെ നീളത്തിൽ കീറി വിലാപ്പുറം കുന്തത്താൽ കുത്തി തുളയ്ക്കപ്പെട്ടു. അങ്ങനെ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു. എങ്കിലും അവിടം കൊണ്ട് അവസാനിച്ചില്ല. ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. അത് നമുക്ക് വേണ്ടിയായിരുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഉലക മഹാന്മാർ അഖിലരും ഒരുപോലെ കല്ലറയിൽ ഉറങ്ങുമ്പോൾ നമ്മുടെ ഉന്നതനായ യേശു ക്രിസ്തു മാത്രം ഉയരത്തിൽ ജീവിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിൻ്റെ അരികിലേക്കാണ് നാം ഇന്ന് കടന്നു വരുന്നത്. അങ്ങനെ കടന്നു വരുമ്പോൾ അതിന് നമ്മളെ യോഗ്യനാക്കി തീർത്താം. ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ആ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കുവാൻ മുഖാന്തരമായി തീർന്ന യേശു ക്രിസ്തുവിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതുകൊണ്ടാണല്ലോ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. യേശുക്രിസ്തുവിനെ കുറിച്ചാണല്ലോ പറയുന്നത്, നമുക്ക് ലഭിച്ച കൃപ. 17-ാം വാക്യം, ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ഇത്രമേൽ നമ്മെ സ്നേഹിച്ച് കൃപ ചൊരിഞ്ഞ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം, സ്തുതിക്കാം. ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. പാപികളും ദ്രോഹികളും ആയ നരവർഗത്തെ വീണ്ടെടുപ്പാനെത്ര കഷ്ടം സഹിച്ചു നീ ശാന്തമാ. വീണ്ടെടുപ്പാനെത്ര കഷ്ടം സഹിച്ചു നീ ശാന്തമാ. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീരക്ഷകനാ. മനുഷ്യരിൽ എന്തു നന്മ കണ്ടു